നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ കൊടുങ്കാട്ടിനുള്ളിലുള്ള കുറച്ച് ഗ്രാമങ്ങൾ കാണുവാനായിട്ടാണ് കേട്ടോ. 43 ഹെയർപിൻ ബെൻഡുകൾ കയറിയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ ഈ 43 ഹെയർപിൻ ബെൻഡുകൾ കയറണം. അതുപോലെ അതിനിടയിലായിട്ട് നമുക്ക് 5ഓളം ഗ്രാമങ്ങളും കാണാം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 6:30 നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ കാരമട എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ ഈ ഒരു ഹെയർപിൻ ബെൻഡുകളെല്ലാം കയറിയിട്ട് അവസാനം എത്തുന്നത് മാഞ്ചൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. അതിനിടയിൽ മുള്ളി, ഗദ്ദെ, അത്തിക്കടവ് അങ്ങനെ 5ഓളം ഗ്രാമങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് മാഞ്ചൂർ എന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ ഒരു ബസ്സിലുള്ളത് കേട്ടോ. കാരമട നിന്ന് നമ്മൾ കീൽക്കുന്ത എന്ന റൂട്ടിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. കീൽക്കുന്ത എന്ന റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞപ്പോൾ തനി നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ കൃഷിസ്ഥലങ്ങളും ഇടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു അങ്ങാടികളും നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെളിയങ്കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് കേട്ടോ. അപ്പോൾ ചെറിയൊരു ടൗണാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായയെല്ലാം കുടിച്ച ശേഷമാണ് ഇനി യാത്ര ആരംഭിക്കുന്നത്. വെളിയങ്കാട് കുന്ത റോഡ് എന്ന ബോർഡ് നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സാണിത്. തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മിനി ബസ്സാണിത്. ഈ ഒരു ടൗണിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത് മാഞ്ചൂർ എന്ന സ്ഥലമാണ്. അതാണ് അടുത്ത വലിയൊരു ടൗൺ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ഹെയർപിൻ ബെൻഡുകൾ ആരംഭിക്കും. 43 ഹെയർപിൻ ബെൻഡുകൾ കയറിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ചായയെല്ലാം കുടിച്ച് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട വെളിയങ്കാട് എന്ന സ്ഥലമുണ്ടല്ലോ, അത് ഈ ഒരു ഏരിയയിലെ കുഞ്ഞു ടൗണാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ലഭിക്കുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ മെയിൻ ടൗണിൽ നിന്നും കുറേ അകലത്തിലായതിനാൽ ഗ്രാമങ്ങളിലേക്കുള്ള ആളുകളെല്ലാം ഇവിടെ വന്നിട്ടാണ് ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ. റോഡിൻ്റെ ഇരുവശത്തും നല്ല കാടാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പൊതുവേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗവൺമെൻറ് ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും എല്ലാം നല്ല പാട്ടുകൾ വയ്ക്കും കേട്ടോ, തമിഴ് പാട്ടുകൾ. അതും നമ്മളെ കേരളത്തിലെ പോലെ ശബ്ദം കുറച്ചൊന്നുമല്ല ഇവർ വയ്ക്കുക, നല്ല ഉച്ചത്തിൽ തന്നെ ഇവർ വയ്ക്കും. അപ്പോൾ നമ്മൾ പാട്ടെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത്. നമ്മളങ്ങനെ ഫസ്റ്റ് ഹെയർപിൻ ബെൻഡ് സ്റ്റാർട്ടായി കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ യാത്ര ചെയ്ത റോഡെല്ലാം വളരെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ് കേട്ടോ. മുകളിലേക്ക് നമ്മൾ കയറുന്നതിനനുസരിച്ച് താഴെയുള്ള ഗ്രാമങ്ങളെല്ലാം നമുക്ക് മനോഹരമായിട്ട് കാണാം കേട്ടോ. അകലെയായിട്ട് കുറേ അധികം മലകളും കാണാം നമുക്ക്. നമ്മൾ ഈ ഒരു യാത്രയിൽ റോഡരികിലായിട്ട് കുറേ വ്യൂ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കാഴ്ചയെല്ലാം കണ്ടിരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മാത്രം വീതിയുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നല്ല താഴ്ചയുള്ള സ്ഥലവും മുകൾ ഭാഗത്തായിട്ട് നല്ല ഉയർന്ന ഭാഗവുമാണ് കേട്ടോ വരുന്നത്. നല്ല കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്രയിൽ ഹെയർപിൻ ബെൻഡുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് വളവും തിരിഞ്ഞും നിറഞ്ഞ റോഡുകളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പം പോകുന്നത് കേരളത്തിൻ്റെ തൊട്ട് അടുത്തുകൂടിയാണ്. മുള്ളി എന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് മുള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടും മുള്ളി എന്ന സ്ഥലമുണ്ട്. അപ്പം കേരള തമിഴ്നാട് ബോർഡറിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരോ ഹെയർപിൻ ബെൻഡ് കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം മുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ, അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ഗ്രാമമാണ് കേട്ടോ. കാടിൻ്റെ നടുവിലുള്ള ഗ്രാമമാണ് ഗുണ്ടൂർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് വരുന്നത്. ഗുണ്ടൂർ എന്നതൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ശരിക്കും ഇത് കാടിന് നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3-4 ഗ്രാമങ്ങളാണ് ഇപ്പോൾ ഒരു യാത്രയിൽ നമുക്ക് കാണുവാനുള്ളത്. മലയോര പ്രദേശമായതിനാൽ ഇവിടെ ജീപ്പും ട്രാക്ടറും എല്ലാം അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഇവർ. മുകളിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കുറേ അധികം മലനിരകളും അതുപോലെ തന്നെ താഴെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് ഇവിടുന്ന് കാണുവാനേ ഇല്ല. അത്രയ്ക്ക് ഉയരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു സമയത്ത് അധികം വാഹനങ്ങളൊന്നും നമുക്ക് കാണാനേ ഇല്ല കേട്ടോ. നമ്മൾ അടുത്തൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അത്തിക്കടവ് എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ നമുക്കൊരു ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ ചെറിയൊരു കോവിലും കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മുൻപോട്ടേക്ക് പോകുമ്പോൾ അത്തിക്കടവ് പാലാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു സ്ഥലങ്ങളിലൊന്നും അധികം ആളുകളൊന്നും കയറാനോ ഇറങ്ങാനോ ഇല്ല കേട്ടോ. ഈ ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കൊടുങ്കാടാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുകയും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അവരെ കൃഷിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 2 ഭാഗത്തും കൊടുങ്കാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തിക്കടവിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്ന ഗ്രാമം മൂന്നാർ എന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമത്തിലും ആളുകളെല്ലാം ഒരുമിച്ചൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. തൊട്ടടുത്തായിട്ട് അവരുടെ കൃഷിയിടങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞു കുഞ്ഞു ഓടിട്ട വീടുകളും അതുപോലെ തന്നെ ലയങ്ങൾ പോലുള്ള സ്ഥലങ്ങളും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ പോണ വഴിയിൽ നമുക്ക് വാഴക്കൃഷി കാണാം കേട്ടോ. അപ്പം കൂടുതലായിട്ടും വാഴക്കൃഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കൊടുങ്കാട്ടിൽ മൃഗങ്ങളിൽ നിന്നല്ല ഇവർ ഇത്തരത്തിലുള്ള കൃഷിയെ എങ്ങനെ സംരക്ഷിച്ച് പോരുന്നു എന്നത് അതിശയമാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെല്ലാം ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം മൃഗങ്ങളുടെ ശല്യം കൊണ്ട്.
അപ്പം അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഈ ഒരു കൊടുങ്കാട്ടിൽ നിന്നിട്ടാണ് ഇവർ കൃഷി ചെയ്ത് വിജയിപ്പിക്കുന്നത്. നമ്മുടെ യാത്രയിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കോവിലുകൾ കാണാം കേട്ടോ. ചെറിയ ചെറിയ ഗ്രാമങ്ങളോട് അടുത്ത് തന്നെ കോവിലുകളും കാണുന്നതാണ്. അങ്ങനെ നമ്മൾ മുള്ളി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മുള്ളി എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ശരിക്കും മുള്ളിയിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്നും എത്തിപ്പെടാം, അതുപോലെ തന്നെ തമിഴ്നാട് വഴി നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കേരളത്തിൻ്റെതായ റോഡ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അട്ടപ്പാടി വഴിയെല്ലാം വരുമ്പോഴാണ് ഈ ഒരു മുള്ളി റൂട്ടിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം കേട്ടോ. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു പാലെല്ലാം കടന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നമുക്ക് കുറേ നെയിം ബോർഡുകളെല്ലാം കാണാം. പക്ഷേ എല്ലാം തമിഴിലായതിനാൽ നമുക്ക് സ്ഥലത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൊടുങ്കാട്ടിനുള്ളിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കേരള തമിഴ്നാട് അതിർത്തിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ, ഗൂഗിൾ മാപ്പിലെല്ലാം നമുക്ക് ഈ ഒരു റൂട്ടിൽ വളവും തിരിവും കാണാം. അതുപോലെ തന്നെ വളഞ്ഞ് പൊളഞ്ഞു കൊണ്ടുള്ള ഒരു റൂട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയും ഹെയർപിൻ ബെൻഡുകളുണ്ട്. അതുപോലെ തന്നെ റോഡും അങ്ങനെ തന്നെയാണ്, വളഞ്ഞ് പൊളഞ്ഞു കൊണ്ടാണ് പോകുന്നത്. ദൂരെയായിട്ട് നമുക്ക് കുറേ മലകൾ കാണാം കേട്ടോ. ഒരു നീല കളറിൽ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് നമുക്ക് നല്ല തണുപ്പും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുള്ളി എന്ന സ്ഥലത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, മുള്ളി വ്യൂ പോയിൻ്റ്. നമ്മൾ പോണ വഴിയിലാണ്, പക്ഷെ അത് കാണാൻ കഴിയില്ല. മാപ്പെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാം മുള്ളി വ്യൂ പോയിൻ്റ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് അതിൽ കാണാൻ കഴിയും. ഈ ഒരു ബസ്സിന് 2 സർവീസാണ് കേട്ടോ ഉള്ളത്. ഒന്ന് രാവിലെയും മറ്റൊന്ന് വൈകിട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബസ് ഡ്രൈവറോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം 20 വർഷമായിട്ട് ഈ ഒരു റൂട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീൽക്കുന്ത എന്ന സ്ഥലത്താണ് പുള്ളിയുടെ വീട് വരുന്നത്. അപ്പോൾ മിക്ക സമയങ്ങളിലും ഇവിടെ വന്യജീവികളെ കാണാമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. കരടി അതുപോലെ ആനയെല്ലാം സ്ഥിരം കാഴ്ചയാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ ബസ്സിൽ കാത്തു നിൽക്കേണ്ടി വരും. ആനക്കൂട്ടം വഴിയിൽ നിന്ന് മാറുവാനായിട്ടാണ് മിക്കപ്പോഴും ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നത്. രാത്രി കാലങ്ങളിലെല്ലാം വരുമ്പോൾ കരടിയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയെല്ലാം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായുള്ളൊരു യാത്രാനുഭവമാണ് കേട്ടോ നമുക്ക് നൽകുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണം. കാരണം നമ്മുടെ തൊട്ട് അടുത്തായിട്ട് കൊടുങ്കാട്ടിൽ കുറേ ഗ്രാമങ്ങളും അവിടെ ജീവിക്കുന്ന മനുഷ്യരും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോരോ ഹെയർപിൻ ബെൻഡുകൾ നമ്മൾ കയറുമ്പോഴും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായിട്ട് നമുക്ക് കുറേ ഗ്രാമങ്ങൾ കാണാൻ കേട്ടോ. താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും വളവും തിരിവും നിറഞ്ഞ 2 വാഹനങ്ങൾക്ക് കഷ്ടിപ്പോകുവാൻ മാത്രം കഴിയുന്ന ഒരു റോഡാണിത്. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുന്നുണ്ട് കേട്ടോ. ഇതുവരെ നമുക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പോണ വഴിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന അരിപ്പൂവ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച കുറേ അധികം സസ്യങ്ങളും വൃക്ഷങ്ങളെല്ലാം നമുക്ക് കാണാൻ കേട്ടോ. കാരണം കേരളത്തിൻ്റേത് പോലുള്ളൊരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെയായിട്ട് കണ്ടുകൊണ്ടിരുന്ന മലകളെല്ലാം നമുക്ക് തൊട്ട് അടുത്തായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടിൽ നമ്മളല്ലാതെ മറ്റൊരാളെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ബസ്സോ അതുപോലെ തന്നെ വേറെ കാറോ ബൈക്കോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ബോർഡ് കാണാം കേട്ടോ. ഗദ്ദൈ എന്ന സ്ഥലത്തേക്ക് 7 കിലോമീറ്റർ ദൂരമാണുള്ളത്. മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര അതിമനോഹരമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുറേ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനിടയിലെല്ലാം കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാൻ കഴിയും. ഇത് ഗദ്ദൈ വാട്ടർഫോളാണ് കേട്ടോ. ഇതുപോലെയാണ് ഓരോരോ ഹെയർപിൻ ബെൻഡുകളും വരുന്നത് കേട്ടോ. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം ഹെയർപിൻ ബെൻഡുകളാണ് നമുക്ക് കയറി ഇറങ്ങി പോകേണ്ടത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ടേ ബൈക്ക് റൈഡേഴ്സിൻ്റെ പ്രിയപ്പെട്ട റൂട്ടാണ് കേട്ടോ. കാരണം ഒട്ടനവധി മൃഗങ്ങളെ കാണാം. അതുപോലെ തന്നെ നല്ല റോഡാണ്, റൈഡ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇവിടെയെല്ലാം. അപ്പം നമ്മൾ ഗദ്ദൈ എന്ന സ്ഥലത്ത് എത്തി കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗദ്ദൈ വാട്ടർഫോൾ അതുപോലെ തന്നെ കുന്ത നദിയിൽ തീർത്ത ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൂടി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ സെക്ഷൻ ഓഫീസ് എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ കേട്ടോ. പോണ വഴിയിൽ കുറച്ച് ദൂരത്തായിട്ട് അവരെ താമസ സ്ഥലങ്ങളും അതുപോലെ തന്നെ വാട്ടർഫോളും പവർ സ്റ്റേഷനും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇരുഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കോവിലുകൾ കാണാം. ജനവാസ മേഖലയിലെല്ലാം നമുക്ക് പോണ വഴിയിൽ ഇത് കാണാൻ കഴിയും. നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്ന ഹെയർപിൻ ബെൻഡ് എന്ന് പറഞ്ഞാൽ 43 എണ്ണമാണ്. ഇനി നമ്മൾ 38 എണ്ണം കൂടി കയറുവാനുണ്ട് കേട്ടോ. അപ്പോൾ 38 ഹെയർപിൻ ബെൻഡുകൾ കൂടി കയറിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു യാത്ര അവസാനിക്കത്തുള്ളൂ. ഇവർ എല്ലായിടത്തും ഹെയർപിൻ ബെൻഡുകൾക്ക് നമ്പർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു കേട്ടോ. ഈ ഒരു റൂട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത റോഡുണ്ടല്ലോ, ചുരത്തിലായാലും മെയിൻ റോഡിലായാലും ഒരു കേടുപാടും ഇല്ലാത്തതാണ് കേട്ടോ. ഇനി നമ്മൾ 28 ഹെയർപിൻ ബെൻഡുകൾ കൂടി കയറണം.
നമ്മൾ ഈ പോണ വഴിയിലെല്ലാം ആനപ്പിണ്ടം കാണാം കേട്ടോ. അതുപോലെ തന്നെ ആന പുല്ലെല്ലാം കഴിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം റോഡിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഒരു ഹെയർ പിൻ ബെൻഡ് കയറുമ്പോഴേ തൊട്ടടുത്തായിട്ട് ആനയെ കണ്ടു കേട്ടോ. ആനക്കൂട്ടം തന്നെയുണ്ട്. അപ്പോൾ ഒരു ആനയെ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞു. തൊട്ട് മുൻപിലായിട്ട് കുറേ ആനക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കയറി പോണ സമയമായതിനാൽ കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് നമുക്ക് താഴെയുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചയുണ്ടല്ലോ, കോടമഞ്ഞ് കൊണ്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ. തണുപ്പും അതുപോലെ തന്നെ നല്ലപോലെ കൂടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് 8 ഹെയർ പിൻ ബെൻഡുകൾ കൂടി കയറി കഴിഞ്ഞാൽ മെയിൻ ടൗണായ മഞ്ചൂരിൽ എത്തിച്ചേരാൻ കേട്ടോ. നമ്മൾ ടോപ്പ് എൻഡിലുള്ള ഒരു ഹെയർ പിൻ ബെൻഡിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴേ ഒന്നും കാണാനില്ല കേട്ടോ. എല്ലാം കോടയിൽ മുങ്ങി നിൽക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഇവിടെ നിന്നും ഇനിയും 4 ഹെയർ പിൻ ബെൻഡുകൾ കൂടി കയറിയാൽ മതി നമുക്ക് നമ്മുടെ മഞ്ചൂർ എന്ന സ്ഥലത്ത് എത്തുവാനായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താറായി. തോട്ടങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വഴിയരികിലായിട്ട് നിറയെ വേലിയരിപ്പൂക്കൾ കാണാൻ കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ പൂക്കൾക്ക് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥയായിരിക്കും ഇത്രയ്ക്ക് കളർ നൽകുന്നത് ഇവയ്ക്ക്. നമ്മൾ ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങി കേട്ടോ. അപ്പം വീടുകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തേത്. കാരണം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ട് വീടുകൾ കാണുന്നത്, ഒറ്റപ്പെട്ട വീടുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. തേയിലത്തോട്ടവും അതിന് നടുവിലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്കിത് കാണുമ്പോൾ. നമ്മളീ കാണുന്നതാണ് മാഞ്ചൂരിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് താഴത്തേക്കുള്ള ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശരിക്കും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 കേട്ടോ. ഈ ഒരു സമയത്ത് ഇത്രയ്ക്ക് മഞ്ഞാണെങ്കിൽ അതിരാവിലെ അതുപോലെ തന്നെ വൈകിട്ടും രാത്രിയെല്ലാം ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഓണക്കണ്ടി എന്ന സ്ഥലമാണ് കേട്ടോ ഇത്. മാഞ്ചൂരിന് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണിത്. ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണുമ്പോഴേ അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള നാടുകൾ നമ്മുടെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയുമ്പോൾ ഒരു അതിശയം തോന്നുന്നു അല്ലേ? മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു തണുത്ത ഭൂപ്രദേശം. ഇനി 2 ഹെയർ പിൻ ബെൻഡുകൾ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് മാഞ്ചൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡ് 43ാമത്തെ ഹെയർ പിൻ ബെൻഡാണ് ഈ കയറുന്നത്. അങ്ങനെ നമ്മൾ മാഞ്ചൂർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു കാലാവസ്ഥയിൽ കളിക്കാൻ കഴിയുന്നത് ശരിക്കും അവർ ഭാഗ്യവാന്മാരല്ലേ? മാഞ്ചൂർ ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ കൊടുങ്കാട്ടിനകത്തായിട്ടുള്ള 6ഓളം ഗ്രാമങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത്. ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്നതും അവരുടെ കൃഷിയിടങ്ങളും എല്ലാം കണ്ട് സിറ്റിയിൽ നിന്ന് വളരെ അകലെയായിട്ട് കാടിനുള്ളിലായിട്ട് ജീവിക്കുന്ന കുറേയധികം മനുഷ്യർ. നമുക്ക് ഈ ഒരു യാത്രയിൽ അവരുടെ ജീവിതവും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളും അവരുടെ കൃഷിയിടങ്ങളെല്ലാം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.